ഇന്ന് 9. ഇന്നത്തെ ഡേറ്റ് ഇട്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് വലിയതായിട്ട് കുക്കിങ്ങും പരിപാടികളൊന്നും ഇല്ല. ഇന്ന് നമ്മുടെ ചെറിയ ഗാർഡനിൽ കുറച്ച് വെജീസൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് പറിച്ചെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ബീൻസാണ്. അതൊരു ചെറിയ ചെടിയാണ്. 2-3 ചെറിയ ചെടികളിൽ നമുക്ക് രണ്ട് വീതം ബീൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു നേരത്തേക്കുള്ള ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് പറിച്ചെടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും പറിക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ അത് കുറേ വന്നോളും. ചെറിയൊരിത് മതി, നിറച്ച് പടർന്ന് വന്നോളും. നമുക്കിപ്പം ആവശ്യമുള്ളത് മാത്രം നമ്മൾ പറിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അപ്പോഴപ്പോഴാണ് പറിച്ചെടുക്കുക ചെയ്യാറ്. കടയിൽ നിന്ന് വാങ്ങാറില്ല നമ്മൾ. പിന്നെ നമുക്ക് കുറേ ഗ്രീൻ ചില്ലീസ് ഉണ്ട്. അത് നമുക്ക് ഒരുപാടുണ്ടായിരുന്നു അതിലിപ്പോൾ. നമുക്കിപ്പം ആവശ്യമുള്ളത് മാത്രം നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലീസ് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നതാണ്. നല്ല ഫ്രഷും നല്ല എരിവുള്ള പച്ചമുളകാണ്. എൻ്റെ ഇക്കയാണ് എല്ലാം കട്ടിങ്ങിൻ്റെ ആൾ. പിന്നെ നമുക്ക് പാവയ്ക്ക കൂടെ കിട്ടിയിട്ടുണ്ട്. അതൊരു ചെറുതാണ്. അത് കുറേ പൂക്കൾ വന്നിട്ടുണ്ട് ആ പാവയ്ക്ക ചെടിയിൽ. പക്ഷേ ഇതൊന്ന് മാത്രം കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇനി നിന്ന് അത് ചീത്തായി പോവും. അതുകൊണ്ട് നമ്മൾ അതുകൂടെ അങ്ങ് പറിച്ചെടുത്തു. പിന്നെ നമുക്ക് ജിഞ്ചറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെടി നല്ലോണം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലപോലെ വിളഞ്ഞ് നല്ല ഇതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ജിഞ്ചർ കൂടെ പറിച്ചെടുത്തായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ ജിഞ്ചറല്ല, ചൈന ജിഞ്ചറാണ്. ചൈനയിലെ ആ ഒരു വലിയ ആ ഒരു ഐറ്റം ജിഞ്ചറാണ്. നമുക്കിന്ന് ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ കിച്ചണിൽ യൂസ് പറ്റുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി ഇഫ്താറിന് എന്ത് ഫുഡ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒക്കെ പറയുന്ന ബീഫ് ഉണ്ടാക്കാമെന്ന്. പക്ഷെ നമുക്കിവിടെ ബീഫില്ല, ഇനി വാങ്ങിച്ചാലേ ഉള്ളൂ. അപ്പം നമ്മളിതാ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എർത്തിൽ അവിടെ ഫ്രഷ് മീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു പാലും കൂടെ ഇട്. ഇന്ന് 9. ഇന്നത്തെ ഡേറ്റ് ഇട്. നോക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ കേട്ടത്. അപ്പം നമുക്ക് പോയി നോക്കാം അവിടെ എന്ത് കിട്ടുമെന്ന്. നോക്കിയപ്പോഴത്തേക്കും അവിടെ ഫ്രഷ് ചിക്കനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പക്ഷെ ബീഫ് നോക്കിയപ്പോൾ ഇന്ത്യൻ ബീഫ് ഇല്ലായിരുന്നു. നമ്മൾ ഇന്ത്യൻ ബീഫ് നോക്കിയായിരുന്നു പോയത്. പിന്നെ പോയതല്ലേ എന്ന് ഓർത്ത് നമ്മൾ കുറച്ച് തൈരും ജ്യൂസും പാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളൊന്നും വാങ്ങിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ ഒരു ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ സെൻറ്ററിൽ അവിടെ ഇഫ്താറുണ്ട്, നിങ്ങളും പോരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി നോമ്പൊക്കെ തുറന്നു. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ബിരിയാണി. ഇത് നോക്ക്, ഇത് പറ. ഹലോ ഗൈസ് പറയ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.